ഇപ്പം സെപ്റ്റംബർ 23-നാണ് UN പൊതുസഭയുടെ സമ്മേളനം നടക്കുന്നത്. അതിന്റെ ഉദ്ഘാടന സെഷനിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ലോകരാജ്യങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ അല്പം മുമ്പ് വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ, കാരണം 2-3 ആഴ്ചകൾക്ക് അകം ഗസയിൽ യുദ്ധം അവസാനിക്കുമെന്ന് ഇന്നലെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സെപ്റ്റംബർ 23-ന്റെ രക്ഷാസമിതി യോഗത്തിന് മുമ്പെങ്കിലും ഈ ഗസയുമായി ബന്ധപ്പെട്ട ഒരു വെടിനിർത്തലിലേക്കോ അല്ലെങ്കിൽ യുദ്ധവിരാമത്തിലേക്കോ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ, അത് ട്രംപ് നടത്തുമോ എന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഈ ഘട്ടത്തിലുള്ളത്. പക്ഷേ ആക്രമണം അതിശക്തമായിട്ട് മുന്നോട്ട് പോകാൻ നെതന്യാഹു നിർദ്ദേശം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ ആക്രമണ പദ്ധതി അവസാനിപ്പിക്കണമെന്ന് കൂടി നെതന്യാഹു നിർദ്ദേശിച്ചതായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ. നമുക്കറിയാം, സൈത്തോൺ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീടുകൾ ഉൾപ്പെടെ കെട്ടിടങ്ങളൊക്കെ തന്നെ ഇടിച്ചു നിരത്തുന്ന ഇസ്രായേലിന്റെ പ്രവൃത്തികൾ തുടരുകയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിരവധി ആളുകൾ ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പലായനം ചെയ്യുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് ഇവരുടെയൊക്കെ ഈ പോക്ക്? അവിടെ നമുക്കറിയാൻ സാധിക്കും. കാരണം ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നത് ഈ വടക്കൻ ഗസയും ഗസ സിറ്റി ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും പലസ്തീനികളെ പുറന്തള്ളുക, എന്നിട്ട് നേരത്തെ ആവിഷ്കരിച്ചിരിക്കുന്ന തെക്കൻ ഗസ കേന്ദ്രീകരിച്ചുള്ള വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒരുക്കുകയും അവിടെ തൽക്കാലം ഈ പലസ്തീൻ സമൂഹത്തെ ഒന്നിച്ച് തളച്ചിടുക, അല്ലാത്തവരെ കൊന്നൊടുക്കുക എന്ന വളരെ ശക്തമായിട്ടുള്ള, വളരെ തീവ്രമായിട്ടുള്ള, ലജ്ജാകരമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതിയുമായിട്ടാണ് ഇസ്രായേൽ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളോ എതിരഭിപ്രായങ്ങളോ ഒട്ടും മുഖവിലക്കെടുക്കാതെയുള്ള ഒരു നീക്കത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം തന്നെ സൈനിക മേധാവിയും രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ രാത്രിയിൽ ഇസ്രായേലിലെ സൈനിക മേധാവിയുടെ വസതിക്ക് ചുവന്ന പെയിന്റ് അടിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം പ്രക്ഷോഭകർ തെളിയിക്കുകയുണ്ടായി. ഇന്നലെ ജെറൂസലമിലെ നെതന്യാഹുവിന്റെ വസതിക്ക് മുമ്പിലും 10,000-ങ്ങളാണ് റാലി നടത്തിയത്. ഇത് ശക്തമായിട്ടുള്ള ഇത്തരം പ്രക്ഷോഭ പരിപാടികളൊക്കെ തുടരുന്നുണ്ട് എങ്കിൽ പോലും ഒരു പകുതിയിലധികം വരുന്ന ഇസ്രായേലി സമൂഹം ഈ ഒരു വെടിനിർത്തലിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടി അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ തുടരുന്നുണ്ടെങ്കിൽ പോലും തൽക്കാലം അതൊക്കെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഈ സൈനിക പദ്ധതി വിജയിപ്പിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ സൈനിക മേധാവിയായിട്ടുള്ള ഇയാൽ സാമിറും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഫലം എന്നത് ആയിരക്കണക്കിന് മനുഷ്യർ വീണ്ടും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. കാരണം ഇന്ന് മാത്രമേ ഇപ്പോൾ 52-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 16ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന ആ സമയത്ത് അവർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടാണ് അവരെ കൊന്നൊടുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വളരെ ക്രൂരമായിട്ടുള്ള ഈ വംശഹത്യ അതിന്റെ എല്ലാ തലങ്ങളിലും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഗസയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ മാത്രം നബുലസ് പട്ടണത്തിൽ മാത്രം 80 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 100 കണക്കിന് ആളുകളെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പലസ്തീൻ പ്രദേശങ്ങൾ, അധിനിവിഷ്ട പ്രദേശങ്ങളെ പൂർണ്ണമായിട്ടും തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാനുള്ള ഒരു കുൽസിതമായിട്ടുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം ഏർപ്പെട്ടിരിക്കുന്നത്. അത് കേവലം ഈ പലസ്തീൻ പ്രദേശങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. ഇന്നലെ സിറിയക്ക് നേരെ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. ഗൊലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ളവയുടെ മേൽ തങ്ങളുടെ അപ്രമാദിത്വം അടിച്ചേൽപ്പിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതിപ്പോൾ അല്പം മുമ്പ് യമനിലെ സനായിൽ, യമൻ തലസ്ഥാന നഗരിയായിട്ടുള്ള സനാക്ക് നേരെ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടന്നു. അവിടെ ഹൂത്തി നേതാക്കളെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ ആക്രമണ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിന്റെ നാശനഷ്ടങ്ങളും എത്ര പേർ കൊല്ലപ്പെട്ടു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അതിശക്തമായിരുന്നു യമനിലെ സനായിൽ നടന്ന ആക്രമണം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ പലസ്തീൻ ജനതയോടുള്ള തങ്ങളുടെ ഐക്യപ്പെടലിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കുകയില്ല എന്ന് ഹൂത്തി നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, തെലവീവിന് നേർക്കും മറ്റും കൂടുതൽ ശക്തമായ മിസൈൽ ആക്രമണ പദ്ധതിയുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഹൂത്തികളും നൽകിയിരിക്കുന്നത്. പക്ഷേ തങ്ങളുടെ വിശാലമായിട്ടുള്ള ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് രക്ഷാസമിതിയുടെ ആ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് പോലും വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു അമേരിക്കൻ നിലപാടാണ് കൂടുതൽ നിർലജ്ജമായിട്ട് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമൃത. ശരി, MC നാസറാണ് ദുബൈയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.